പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇരിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയെക്കുറിച്ച് അനുഭവത്തിലാണ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ നൈറ്റ് വിജിലിൽ ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു SPF എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. പങ്കെടുത്തവർക്കറിയാം. അതേക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ പറയാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഷാലോം TV എല്ലാവരും കാണുന്നവരാണ്, നൈറ്റ് വിജിൽ പങ്കെടുക്കുന്നവരാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഷാലോം TV ഉണ്ട്. ഷാലോം TV ആരംഭിച്ചിട്ട് എത്ര വർഷമായി എന്നറിയാമോ? 20ാം വർഷത്തിലാണ്. എങ്ങനെ ആരംഭിച്ചു, എന്തിനാരംഭിച്ചു, ഈ ചാനൽ എങ്ങനെ ആരംഭിച്ചു, എന്തിനാരംഭിച്ചു എന്ന 2 ചോദ്യത്തിന് ഉത്തരം. പ്രിയമുള്ളവരെ, ഷാലോമിൻ്റെ എല്ലാ കാര്യങ്ങളും ജീവിക്കുന്ന സർവശക്തനായ കർത്താവ് സംസാരിച്ച് അവിടുത്തെ ഹിതപ്രകാരമാണ് ആരംഭിക്കുന്നത്, മുമ്പോട്ട് പോകുന്നതൊക്കെ. 25 വർഷങ്ങൾക്ക് മുമ്പ് ഷാലോമിൻ്റെ ലീഡർ ഷവലിയാർ ബെന്നുപുനത്ര തൃശ്ശൂരുള്ള പുത്തൻപള്ളിയുടെ ദേവാലയത്തിൻ്റെ ബാക്കി ഭാഗത്ത്, സംഗീത ഭാഗത്ത് ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. അദ്ദേഹം ഒരിക്കൽ രാവിലെ മുതൽ ആ നിത്യാരാധന ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്, അവിടുന്ന് സംസാരിക്കുന്ന ദൈവമാണ്. ആ കർത്താവ് ബെന്നിസാറിനോട് ദിവ്യകാരുണ്യനാഥൻ ഇങ്ങനെ സംസാരിച്ചു: നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ചാനൽ ആരംഭിക്കണം, ഒരു സുവിശേഷ ചാനൽ. എൻ്റെ മുഖം ലോകത്തെ കാണിക്കാൻ, എൻ്റെ വചനം ലോകത്തെ അറിയിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ചാനൽ ആരംഭിക്കണം എന്ന് ഒരു കാര്യം കർത്താവായ ഈശോ ദിവ്യകാരുണ്യത്തിലൂടെ ബെന്നിസാറിനോട് 25 വർഷം മുമ്പ് സംസാരിക്കുകയാണ്. സാറ് ചോദിച്ചു, കർത്താവ് ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു വാക്കുകൂടെ പറഞ്ഞു: അതിനകത്ത് പരസ്യങ്ങളുടെ പിൻബലം ഉണ്ടാകാൻ പാടില്ല. പരസ്യങ്ങളില്ലാത്തൊരു ചാനൽ ലോക ചരിത്രത്തിൽ മുമ്പോട്ട് പോയിട്ടില്ല. ഇത് പറയുമ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇങ്ങനെ ഒരു സുവിശേഷ ചാനൽ ഇല്ല. കർത്താവ് പറയാണ്, എനിക്ക് വേണ്ടി ഒരു ചാനൽ ആരംഭിക്കണം. സാറ് ചോദിച്ചു, കർത്താവ് ഇതെങ്ങനെ സാധിക്കും? പരസ്യങ്ങളുള്ള ചാനൽ മുമ്പോട്ട് പോകുന്നില്ല, പിന്നെ പരസ്യങ്ങളില്ലാത്ത ഒരു ചാനൽ എങ്ങനെ ആരംഭിക്കും, എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? പ്രിയമുള്ളവരെ, അപ്പോൾ ഈശോ പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെയാണ്: ചാനൽ ആരംഭിക്കുക എന്ന ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജനം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മക്കൾ ഈ ചാനലിനെ മുമ്പോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവർ ചെയ്യുന്നത് ഇവരുടെ അധ്വാനത്തിൻ്റെ ഓഹരി, സമ്പത്തിൻ്റെ ഓഹരി മാസത്തിലൊന്നോ അല്ലെങ്കിൽ വർഷത്തിലൊന്നോ അവർ സാധിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഷാലോമിലേക്ക് അയച്ചു തരുന്നു. ഷാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാലോം തിരിച്ച് ഇവർക്ക് കൊടുക്കുന്നത് എന്താ കൊടുക്കുന്നത്? തരുന്നുണ്ടോ? ഷാലോം തിരിച്ച് ഇവർക്ക് കൊടുക്കുന്നത് യേശു നാമത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഷാലോമിൽ 4 നിത്യാരാധന ചാപ്പലുകളുണ്ട്. അതിനകത്ത് എല്ലാ ബുധനാഴ്ചയും ഇവർക്ക് വേണ്ടി കർത്താവ് ഷാലോം പീസ് ഫെലോഷിപ്പിലെ അംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. ജീവിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കും. ഞാനിങ്ങനെ ബെന്നിസാർ ആദ്യം ഷാലോം പീസ് ഫെലോഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു 25 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു ഓഹരി മാസത്തിൽ 500 രൂപ വീതം ഷാലോം പീസ് ഫെലോഷിപ്പിൽ അടയ്ക്കാൻ ആരംഭിച്ചു. അത് കഴിച്ച് കുറച്ച് മുമ്പോട്ട് പോയപ്പോഴേക്കും അതൊരു അനുഗ്രഹത്തിന് വഴി ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള ബാക്കി 4 പേരുടെ മക്കളുടെ പേരിലും എൻ്റെ ജീവിത പങ്കാളിയുടെ പേരിലുമൊക്കെ ഷാലോം പീസ് ഫെലോഷിപ്പ് അംഗത്വപ്പെടുത്തു. എൻ്റെ മൂത്ത കുട്ടി അന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ അവൻ്റെ പേര് എല്ലാ മാസവും 100 രൂപ വീതം അടയ്ക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനത് ആ 100 രൂപ അവൻ 500 രൂപയാക്കി, പിന്നീട് അവൻ 1000 രൂപയാക്കി മാറ്റി, പിന്നീട് 1500 ആക്കി മാറ്റി. ഇപ്പോൾ അവൻ എല്ലാ മാസവും 2000 രൂപ വീതം ഷാലോം പീസ് ഫെലോഷിപ്പ് അടയ്ക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ദൈവം, ഞാനിത് പറയാൻ കാരണം, പ്രിയമുള്ളവരെ, ഈ കാര്യം നിങ്ങളോട് പറയണമെന്ന് ഷാലോം പീസ് ഫെലോഷിപ്പ് എന്താണെന്നും ഇതിലൂടെയാണ് ഷാലോം മുമ്പോട്ട് ഈശോ കൊണ്ടുപോകുന്നതെന്നും നിങ്ങളോട് പറയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ഞാൻ പറയാൻ കാരണം ഇതാണ്. ഞാനിങ്ങനെ ഈ പീസ് ഫെലോഷിപ്പിലെ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവേ അനുഗ്രഹിക്കണമേ. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു നമ്പർ വിളിച്ചു പറയും, കർത്താവേ SM നമ്പർ 1833 അനുഗ്രഹിക്കണമേ. അതാണ് നമ്പറായിരിക്കും.
ഒരു സ്വാർത്ഥതയുള്ള പ്രാർത്ഥന. അത് എൻ്റെ നമ്പറാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും നമ്പർ എടുത്ത് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തിൽ വീട്ടിലുള്ള മറ്റവരുടെയും SM നമ്പർ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായി എനിക്കും എൻ്റെ കുടുംബത്തിനും മാറിയെന്ന് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിത് ചെയ്യുന്നത് സുവിശേഷ ശുശ്രൂഷയെ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും ഇതിനകത്ത് അംഗത്വം എടുത്ത് ശുശ്രൂഷയെ സഹായിക്കുക. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് കൂടി ഒത്തിരി സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രിയമുള്ളവരെ, വീട്ടിലായിരിക്കുന്നവർ ഷാലോം TV-യിലൂടെ ഇത് കേൾക്കുന്നവരൊക്കെ ഇതോടൊപ്പം തന്നെ ഷാലോമിൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും കാണിച്ചു തരുന്നുണ്ട്. ഈ ഫോൺ നമ്പറിൽ അല്ലെങ്കിൽ അഡ്രസ്സിൽ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ വീട്ടിലൊക്കെ ആയിരിക്കുന്ന ഷാലോം പീസ് ഫെലോഷിപ്പിലെ എല്ലാ വ്യക്തികളും ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ ദൈവം ഒന്ന് കാണട്ടെ. നിങ്ങളുടെ ത്യാഗം, നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ അധ്വാനം ലോകത്തിന് അനുഗ്രഹമായി മാറിയ ഷാലോം TV, കർത്താവെ, എല്ലാ ഷാലോം പീസ് ഫെലോഷിപ്പ് അംഗങ്ങളെയും അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ സ്നേഹിക്കുന്നതിൻ്റെ യോഗ്യതയാൽ, ശുശ്രൂഷയെ സഹായിക്കുന്നതിൻ്റെ യോഗ്യതയാൽ, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരങ്ങൾ കോർത്തു എന്ന യോഗ്യതയാൽ ഈ മക്കളും ഇവരുടെ കുടുംബവും എല്ലാം അനുഗ്രഹമായി മാറ്റെന്ന് പ്രാർത്ഥിക്കുന്നു. ഷാലോം പീസ് ഫെലോഷിപ്പിലെ എല്ലാ വ്യക്തികളും അവരുടെ കുടുംബങ്ങളും അംഗത്വം എടുക്കുന്ന എല്ലാവരും കർത്താവ് യേശു നാമത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ വഴികൾ കർത്താവ് യേശു നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ വഴികൾ യേശു നാമത്തിൽ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി മുട്ടുമേ നിൽക്കാം. സർവശക്തനായ കർത്താവ് ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വരുന്ന സമയമാണ്. മുട്ടുമേൽ നിന്ന് വലിയ ആദരവോടെ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. നമ്മളിന്ന് കേട്ടു, കർത്താവെല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവൻ. അവൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണ്. താങ്ങേണ്ടത് കർത്താവാണ്, ആശ്രയം വെക്കേണ്ടത് ദൈവത്തിലാണ്. ഇന്ന് ജീവിക്കുന്ന ദൈവത്തിൽ ആ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി എഴുന്നള്ളി വരുന്നു. ആ കർത്താവ് നിന്നെ പരിപാലിക്കാൻ വേണ്ടി എഴുന്നള്ളി വരുന്നു. നിന്നെ കാണാൻ, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ, നിന്നെ തൊടാൻ, സൗഖ്യപ്പെടുത്താൻ ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വരുന്ന സമയങ്ങളാണ്. നമുക്ക് ആദരവോടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. പാടാം. ദൈവമേ നീ പരിശുദ്ധൻ, ഒരുമിച്ച്. ബലവാനേ നീ പരിശുദ്ധൻ. എന്റെ ആത്മാവിൽ കൃപകൾ ചൊരിയുന്ന കരുണായനേ ആരാധന. എന്റെ ആത്മാവിൽ കൃപകൾ ചൊരിയുന്ന കരുണാമയനേ ആരാധന. ഹല്ലേലൂയ, ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. പാടാം. ദൈവമേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. എന്റെ ആത്മാവിൽ കൃപകൾ ചൊരിയുന്ന കരുണാമയനേ ആരാധന.
എന്റെ ആത്മാവിൽ കൃപകൾ ചൊരിയുന്ന കരുണാമയനേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ വീശിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ അങ്ങയുടെ മക്കളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ അങ്ങയുടെ മക്കളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ അങ്ങയുടെ മക്കളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. അങ്ങയുടെ മക്കളങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. യേശുനാമത്തിന്റെ ശക്തിയാൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ രോഗികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ അങ്ങയുടെ മക്കൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്നേഹമുള്ള മകനെ, മകളെ, നിന്റെ അനുവാദം കൂടാതെ നിന്നെ സൃഷ്ടിച്ച
നിന്റെ അനുവാദം കൂടാതെ ഇന്നും നിന്നെ കാത്തു പരിപാലിക്കുന്ന നിന്റെ ദൈവത്തിന് മുൻപിലാണ് നീ. വിശ്വസിക്കുക. കർത്താവേ, ഞാൻ അങ്ങയുടെ മകനാണ്, മകളാണ് എന്ന് ഈ രാത്രി ഒന്ന് ഏറ്റുപറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരു ശ്വാസത്തിനും നിശ്വാസത്തിനും ഇടയിലുള്ള ജീവിതമാണ് എൻ്റേത്. എൻ്റെ പ്രാണൻ എന്ന് നിലയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തമ്പുരാനെ. ആമേൻ. കർത്താവേ, ഈ ജീവിതം അങ്ങയുടെ ദാനമാണ്. ഞാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ദൈവമേ, അതിൻ്റെ മഹത്വം എനിക്കല്ല, ആമേൻ. എൻ്റെ സമ്പത്തിനല്ല, എൻ്റെ ജോലിക്കല്ല, എൻ്റെ ജീവിത പങ്കാളിക്കല്ല, എൻ്റെ മകനല്ല, എൻ്റെ മകൾക്കല്ല. കർത്താവേ, നീയാണ് ജീവന്റെ നാഥൻ, നീയാണ്. എൻ്റെ പ്രാണൻ നിന്റെ ദാനമാണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ഈ രാത്രി എനിക്ക് നൽകണമേ. ആമേൻ. കരങ്ങളൊന്ന് കൂപ്പി സ്നേഹമുള്ള മകനെ, മകളെ, ഈ ദിവികാരണത്തിലേക്ക് ഒന്ന് ഉറ്റുനോക്കിക്കേ. ആമേൻ. നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരമാണ് ഈ ദിവികാരുണ്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട്: ദേവാലയത്തിൽ അത്യുന്നത സ്ഥാനത്ത് ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടു. ആ യെശയ്യാ പ്രവാചകൻ കണ്ണുകൊണ്ട് കണ്ട അതേ കർത്താവ് തന്നെയാണ് മകനെ, മകളെ, ഈ ദിവ്യകാരുണ്യത്തിലുള്ളത്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നില്ലേ, അവനെ നോക്കിയവർ പ്രകാശിതരായി. യെശയ്യാ പിന്നീട് കർത്താവിനെ കണ്ട ആ പ്രകാശത്തിൽ, കർത്താവിനെ കണ്ട ആ ആനന്ദത്തിൽ യെശയ്യാ പറയുന്നത് പ്രകാരമാണ്: കർത്താവിൻ്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവനും വ്യാപിച്ചിരുന്നു. സ്നേഹമുള്ള മകനെ, മകളെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും തഴുകി തലോടി കർത്താവിൻ്റെ വസ്ത്രാഞ്ചലം ഈ നിമിഷം കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ, കാർഷിക മേഖലയിലൊക്കെ, നമ്മുടെ പ്രതിസന്ധികളിലും രോഗങ്ങളിലും വേദനകളിലുമൊക്കെ യെശയ്യാ പ്രവാചകൻ കണ്ട വസ്ത്രാഞ്ചലം ഇതാ കടന്നു പോകുന്നു. കർത്താവേ, എന്നെയും ഒന്ന് സ്പർശിക്കണമേ എന്ന് ആത്മാർത്ഥമായി രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള മകനെ, മകളെ, 38 വർഷമാണ് ഒരുവൻ ബെത്സൈദ കൊള്ളക്കടവിൽ കിടന്നത്. 38 വർഷം ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. അവൻ ആശ്രയിച്ചത് മുഴുവനും മനുഷ്യനിലായിരുന്നു. ഒരു നാൾ കർത്താവ് വന്ന് അവനോട് ചോദിച്ചു: മകനെ, സുഖമാകുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞത്, എനിക്ക് ഈ ജലത്തിലേക്ക് ഇറക്കാൻ എനിക്ക് മനുഷ്യനില്ലെന്നാണ്. സ്നേഹമുള്ള ദൈവമക്കളെ, മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ്റെ മുൻപിൽ ദൈവം ഉയർത്തുന്ന ഒരു വലിയ ചിന്തയാണത്. ഈ രാത്രി നമുക്ക് കർത്താവിനോട് ഏറ്റുപറയാം: കർത്താവ്, എൻ്റെ ആശ്രയം മനുഷ്യനിലല്ല, നിന്നിലാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. കർത്താവ് പറയുന്നുണ്ട് അവനോട്: നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മെ വഴി നടത്തുന്നത് തമ്പുരാനാണ്. അത് ഏറ്റു പറയാം നമുക്ക്. ഈശോ, എന്നെ വഴി നടത്തുന്നത്, എന്നെ ഇന്നും ജീവിപ്പിക്കുന്നത്, എനിക്ക് താങ്ങാകുന്നത്, തണലാകുന്നത് കർത്താവേ നീയാണ്. ഈ ഒരു ബോധ്യം എൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ രാത്രി ഒന്ന് ജ്വലിക്കട്ടെ. സ്നേഹമുള്ള ദൈവമക്കളെ, അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിനെ പോലെ മറ്റൊരു ദൈവമില്ല. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. സ്നേഹമുള്ള ദൈവമക്കളെ, കർത്താവിനെ പോലെ മറ്റൊരു ദൈവമില്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയാണ്: കർത്താവേ, അങ്ങേ പോലെ മറ്റൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഈ രാത്രിയിൽ ഈ ദിവ്യകാരണത്തെ നോക്കി നമുക്ക് പറയാനായിട്ട് സാധിക്കണം: കർത്താവേ, അങ്ങേ പോലെ ദൈവമേ ആരാ ഉള്ളത് ഈ ലോകത്തിൽ? എനിക്ക് താങ്ങായി, തുണയായി, ഞാൻ വീണു പോകുമെന്ന് കരുതിയ നിമിഷങ്ങളിലൊക്കെ എൻ്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച വ്യക്തി. കർത്താവെ, ഞാൻ പാപക്കെണിയിൽ വീണ്ടും വീണ്ടും വീണു പോയപ്പോ കുമ്പസാരം എന്ന ഉദാശയുടെ എൻ്റെ പാപങ്ങൾ മോചിച്ച് എന്നെ തിരികെ ജീവനിലേക്ക് കൊണ്ടുവന്ന വ്യക്തി
നീ തന്നെയാണ്. രോഗാവസ്ഥയിൽ മരണക്കിടക്കയിൽ നിന്ന് ജീവനിലേക്ക് എന്നെ കരം പിടിച്ച് നടത്തുന്ന വ്യക്തിയും നീ തന്നെയാണ് ദൈവമേ. ഒരുപാട് വാതിലുകൾ എനിക്ക് മുമ്പിൽ അടഞ്ഞപ്പോ അപ്രതീക്ഷിതമായി പുതിയ ഒരു വാതിൽ തുറന്നു തന്ന ദൈവവും നീയാണ് ദൈവമേ. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ഈ ഗാനത്തിന് ഈരടികൾ കേട്ട് പാടി പ്രാർത്ഥിച്ച് അങ്ങേപോലെ ദൈവമേ ആരാ ഉള്ളത് ഈ ലോകത്തിൽ പാടി പ്രാർത്ഥിച്ച് ആരാധിക്കാം. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നു എൻ്റെ സർവസ്വം. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം പുസ്തകത്തിൽ 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പ്രവാചകൻ പ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ദൈവത്തെ പോലെ പരിശുദ്ധനായ മറ്റൊരു ദൈവം ഈ ഭൂമിയിലില്ല. എൻ്റെ ദൈവമാണ് സുസ്ഥിരമായ ആശ്രയം. സ്നേഹമുള്ള മകനെ മകളെ, ഈ രാത്രിയിൽ ഈ ദിവ്യഗാനത്തെ നോക്കി നിന്റെ കരം നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്കും പറയാനും പ്രാർത്ഥിക്കാനും സാധിക്കണം. എൻ്റെ ദൈവത്തെ പോലെ പരിശുദ്ധനായി എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന, എൻ്റെ മനസ്സിലുള്ള ഈ ആഗ്രഹം അറിയുന്ന മറ്റൊരു ദൈവം എവിടെയുമില്ല. അവിടുന്നാണ് എൻ്റെ സുസ്ഥിരമായ ആശ്രയം. സങ്കീർത്തനം 143:10 പ്രകാരം പറയുന്നുണ്ട്, കർത്താവെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കുവാൻ വേണ്ടി എന്നെ പഠിപ്പിക്കണമേ. അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങയുടെ ആത്മാവ് എന്നെ നല്ല വഴിയിലൂടെ നയിക്കുമെന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. ഈ വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്നും ഗാനത്തിലൂടെ ഈ പാട്ടിന്റെ ഈരകളിലൂടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. എന്നെ പൂർണ്ണമായ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തിടമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന
എന്നേശുവേ അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. എന്നേശുവേ അങ്ങേക്ക് ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. എന്നേശുവേ അങ്ങേക്ക് ആരാധന. ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രോഗപീഠകൾ, നമ്മുടെ കടബാധ്യതകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ അങ്ങയുടെ മക്കളെ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവായ യേശുവേ അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളെയും കത്തോലിക്ക തിരുസഭയ്ക്ക് നൽകിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് യേശു നാമത്തിൽ ഈ നിമിഷം ബന്ധിക്കുന്നു. ശാസിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശുകളിലേക്ക് അടിപ്പായിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വന്ന് ആക്രമിക്കട്ടെ. കർത്താവായ യേശുവേ അങ്ങയുടെ സൗഖ്യം സ്വീകരിക്കുന്നതിന്, അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കുന്നതിന്, ദൈവികമായ ഇടപെടലുകൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും ഈ കൂട്ടായ്മയിൽ നിന്ന്, ഈ വ്യക്തികളിൽ നിന്ന് കത്തോലിക്ക തിരുസഭയ്ക്ക് നൽകിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് യേശു നാമത്തിൽ ഈ നിമിഷം ബന്ധിക്കുന്നു. ശാസിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശുകളിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വന്ന് ആക്രമിക്കാതിരിക്കട്ടെ. With authority and power that God has given me, in the name of Jesus of Nazareth, I rebuke and command all the evil spirit to get out of this people and place of mine and go to eternal hell and never come back and destroy them again. Hallelujah. Yeshua ആരാധന, ആരാധന, ആരാധന. ശലലലലലലലലലലലല. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. യേശുനാമത്തിന്റെ ശക്തി നിറയട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ രോഗികൾ സുഖപ്പെടട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ജോലി തടസ്സങ്ങൾ മാറട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ വിവാഹ തടസ്സം മാറട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ വിദ്യാർത്ഥിനികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ സ്നേഹിക്കാനുള്ള ശക്തി ലഭിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. സാധിക്കുന്നവരെല്ലാവരും ദൈവസ്നേഹത്തിലൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. സ്നേഹമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയൊരു അഭിഷേകം നമുക്കിടയിൽ ഈ സമയം തന്നെ വ്യാപരിച്ചിട്ടുണ്ട്. ശക്തമായ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പൂർണ്ണമായും വിട്ടുകൊടുക്കുക. പരിശുദ്ധമ്മ പറഞ്ഞതുപോലെ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ ഭാര്യയിൽ, എൻ്റെ ജീവിത പങ്കാളിയിൽ, എൻ്റെ ഭർത്താവിൽ, എൻ്റെ മകനിൽ, എൻ്റെ മകളിൽ, എൻ്റെ മാതാപിതാക്കളിൽ, ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ ഈ ഒരവസ്ഥയിൽ നിന്റെ ഹിതം നിറവേറട്ടെ.
ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ? ദൈവമക്കളെ, നിങ്ങളെ കർത്താവ് വളരെ ശക്തമായ രീതിയിൽ അനുഗ്രഹിക്കുന്നുണ്ട്. തളർന്ന് കിടക്കുന്നവര്, കാലിന് അസുഖമുള്ളവര്, ക്യാൻസർ രോഗികള്, മാറാ രോഗത്താൽ ബാധിച്ചവര്, ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ ഈ രാത്രി. ദൈവമേ, നിന്റെ ഹിതം നിറവേറട്ടെ. ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ തിരുരക്തത്തിൻ്റെ, കർത്താവിൻ്റെ തിരുക്കുരിശിൻ്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവർ ഇടതുകരം നെഞ്ചിൽ വെച്ച് വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കട്ടെ. വലതുകരം ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ മരണക്കെട്ടിലാകുന്ന തിരുക്കുരിശ് ഞങ്ങളുടെ 4 അതിർത്തികളിന്മേൽ നാട്ടി മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് കോടാനകോടി മാലാഖമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ ചിന്തകളോ എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ സമൂഹത്തിലേക്ക്, എന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാത്ത വിധം അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണമേ. നൽകി അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഒരു മാതൃകരമെന്ന പോലെ എന്നെ നയിക്കണമേ. എന്നെ നയിക്കണമേ. ഇരു കരങ്ങളും എടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവേ, അങ്ങയുടെ അരൂപിയെ അയക്കണമേ. അങ്ങയുടെ ശക്തി ഈ നിമിഷം വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ, ആശുപത്രികളിൽ കഴിയുന്ന വ്യക്തികളിൽ, തളർവാദ രോഗികളിൽ, കിടപ്പ് രോഗികളിൽ കർത്താവ് അങ്ങയുടെ ശക്തി നിറയട്ടെ. മാനസികമായി തളർന്നു കിടക്കുന്ന വ്യക്തികളിൽ, വിഷാദ രോഗം ബാധിച്ചുള്ളവർ, എനിക്ക് ആരുമില്ലെന്ന ചിന്തയാൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവര്, കർത്താവെ കടബാധയുള്ളവരുടെ ജീവിതങ്ങളിൽ, കർത്താവെ പഠനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടി, വിദേശ യാത്രയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ കർത്താവ് അങ്ങയുടെ ശക്തി ഈ നിമിഷം വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങയുടെ ഹിതം എന്താണോ അത് ഈ വ്യക്തികളിൽ, ഈ വ്യക്തിയിൽ, ഈ കുടുംബത്തിൽ വന്ന് നിറയട്ടെ. കർത്താവെ, ആരും തനിച്ചല്ല എന്നുള്ളൊരു ബോധ്യം, നീ കൂടെ എന്നുള്ളൊരു ബോധ്യം ഓരോ മകനിലും മകളിലും നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 55:22 നിന്റെ ഭാരമെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. കർത്താവെ, വചനം നൽകി ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മക്കളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന് ആശ്രയമെന്ന് ഉറച്ച ബോധത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് കൂട്ടായി, താങ്ങായി, തണലായി ഉണ്ടായ ദൈവം നിനക്കും തണലാകും, നിനക്കും താങ്ങാകും. സങ്കീർത്തനം 23 പറയുന്നുണ്ടല്ലോ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടക്കുന്നെങ്കിലും എൻ്റെ കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അത് ഏറ്റവും പ്രാർത്ഥിക്കട്ടെ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടക്കുന്നെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ധൈര്യം നൽകി അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ശക്തി നൽകി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവേ നീ ആശ്രയമാകണമേ, തുണയാകണമേ. വിവാഹ തടസ്സങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. രോഗപീഠകൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. 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 കർത്താവേ, നീയാണ് എന്നെ തളർത്തിയതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവർക്ക് ആശ്രയമായി, തുണയായി ഈ രാത്രിയിൽ നീ കടന്നു ചെല്ലണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തുതി. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ
എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ തന്നെ ഉപേക്ഷിച്ച് വലയും വള്ളവുമായ മീൻ പിടിക്കാൻ പോയ പത്രോസിന് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അവന് അന്നം വിളമ്പി അവൻ ഭക്ഷിച്ച് തൃപ്തനായപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ രാത്രിയിൽ ഓരോ വ്യക്തിയോടും ഈശോ ചോദിക്കുകയാണ്, മകളെ, മകനെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിന് 4 വാക്കുകളാണുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഈ സുവിശേഷം ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ്. കർത്താവ് യോഹന്നാനോട് ചോദിക്കുന്നത് അഗാപ്പെ എന്നുള്ള വാക്കാണ്. നിനക്ക് പ്രാണൻ നൽകി എന്നെ സ്നേഹിക്കാൻ നിനക്ക് കഴിവുണ്ടോ? നീ പ്രാണൻ നൽകി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. പക്ഷെ പത്രോസ് മറുപടി നൽകുന്നത് ഫീലിയ എന്ന വാക്കിലാണ്. എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, കൂട്ടാണ് എന്നാണ് പത്രോസ് പറയണത്. ആദ്യത്തെ തവണ കർത്താവ് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നിനക്ക് എന്നോട് അഗാപ്പയുണ്ടോ? നീ എനിക്ക് വേണ്ടി പ്രാണൻ നൽകുമോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് കൂട്ടാണ്. രണ്ടാമത്തെ ആവർത്തി പത്രോസിനോട് വീണ്ടും ചോദിക്കുന്നു, നിനക്ക് എന്നോട് അഗാപ്പയുണ്ടോ? പത്രോസ് വീണ്ടും പറയുകയാണ്, എനിക്ക് നിന്നോട് കൂട്ടാണ്. 3-ാമത് ആവർത്തി കർത്താവ് പത്രോസിനെ ചേർത്ത് നിർത്തിയിട്ട് പറയുക, പത്രോസ്, നിനക്ക് എന്നോട് കൂട്ടാണോ? നീ ശരിക്കും എൻ്റെ കൂടെയാണോ? ഈ രാത്രി നിന്നെ ചേർത്ത് നിർത്തിയിട്ട് ഈശോ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെയാണോ? പത്രോസ് പറയുന്ന മറുപടി ഉണ്ട്, കർത്താവെ, നീ എല്ലാം അറിയുന്നുണ്ട്. സ്നേഹമുള്ള മകനെ, മകളെ, നിന്റെ ഹൃദയത്തിലുള്ള വികാര വിചാരങ്ങൾ, കർത്താവ് അറിയാതെ നീ ചെയ്ത പാപത്തിൻ്റെ മേഖലകളൊക്കെ കർത്താവിനറിയാം. പത്രോസ് പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ പറ്റുമോ ഈ രാത്രി, കർത്താവെ, നീ എല്ലാം അറിയണുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്താണ് ആവശ്യം, എൻ്റെ കുടുംബത്തിന് എന്താണ് ആവശ്യം, എല്ലാം നീ അറിയണുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനോട് പറയാണ്, പത്രോസേ, മറ്റൊരുവൻ നിന്റെ കരം പിടിക്കും. നീ ഒരുപക്ഷെ ഒരിക്കലും ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിലൂടെ നിന്നെ കൊണ്ടുപോകും. സുവിശേഷം എഴുതി വെക്കുകയാണ്, പത്രോസ് എപ്രകാരമാണ് തൻ്റെ മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് കർത്താവ് അത് പറഞ്ഞതെന്ന്. എന്താണെന്നതിനർത്ഥം? മറ്റൊരുവൻ നിന്റെ കരം പിടിക്കും. ഒരുപാട് പേര് നിന്നെ ഉപേക്ഷിച്ചു പോയാലും നിന്റെ കരം പിടിക്കുന്നത് ദൈവമാണ്. ഒരു നാളിലും പിരിയാതെ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ദൈവമാണ്. സാധിക്കുന്ന വ്യക്തികളെല്ലാം കരങ്ങൾ കൂപ്പുകയോ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയുകയോ ചെയ്യുക. പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ആ സന്ദേശം ഇതാണ്, ഒരു നാളിലും പിരിയാതെ ദൈവമേ, പത്രോസിൻ്റെ കൂടെ മരണത്തോളം നീ ഉണ്ടായതുപോലെ എൻ്റെ കൂടെ നീ ഉണ്ടാകണമേ. ഈ പ്രാർത്ഥന മനസ്സിൽ വെച്ചുകൊണ്ട് ഗായകരോട് ചേർന്ന് നമുക്ക് ആ വാക്ക് കേട്ട് പ്രാർത്ഥിക്കാം. ഒരു നാളിലും പിരിയാതെ എന്നോടൊപ്പം ദൈവം ഉണ്ടാകണമേ. നാളിലും പിരിയാതന്തിത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഒരു നാളിലും പിരിയാതന്തിത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും പത്രോസ് പറഞ്ഞതുപോലെ ഞാനങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും ആരാധിക്കും അങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയത്തോടെ.
സ്നേഹമുള്ള മകനെ മകളെ, നമുക്ക് പറയാം, ഈശോയെ, നിന്നെ ഉപേക്ഷിച്ച് പോയ പത്രോസ് ഞാനാണ്, നിന്നെ ഒറ്റുകൊടുത്ത യൂദാസ് ഞാനാണ്, നിന്നെ അറിയില്ലെന്ന് 3 ആവർത്തി പറഞ്ഞ ശിക്ഷത്തലവൻ ഞാനാണ്. എന്നിട്ടും എനിക്ക് വേണ്ടി നീ കുരിശിൽ ബലിയായല്ലോ. യോഹന്നാന്റെ സുവിശേഷം അതിന് 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ കർത്താവ് പ്രകാരം പറയുന്നുണ്ടല്ലോ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനം നൽകാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. സ്നേഹമുള്ള മകനെ മകളെ, നിന്നെ മരണത്തോളം സ്നേഹിക്കുന്നത്, നിത്യതയോളം സ്നേഹിക്കുന്നത് ദൈവമാണെന്ന് വിശ്വസിച്ച് നീ അവിടുത്തെ ഒന്ന് ആരാധിച്ചേൻ. എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിനാഴവതിൽ എന്നെ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ, എന്നെ സ്നേഹിച്ച സ്നേഹത്തിനാഴമതിൽ വൻ കൃപയെ ഓർത്തിടുമ്പോ എന്തുള്ളു പകരം നൽകാൻ. വൻകൃപയെ ഓർത്തിടുമ്പോൾ എന്തുള്ളു പകരം നൽകാൻ. രക്ഷയിൻ പാനപാത്രം ഉയർത്തും ഞാൻ നന്ദിയോടെ. രക്ഷയിൻ പാനപാത്രം ഉയർത്തും ഞാൻ നന്ദിയോടെ. കൈകൾ ഉയർത്തി പാടാം. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, എൻ ജീവനെക്കാളെന്നും. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ. കൈകൾ നെഞ്ചോട് ചേർക്കാം. സ്നേഹമുള്ള മകനെ മകളെ, ഏതെങ്കിലും ഒരു അവസരത്തിൽ നീ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ടോ? നിനക്ക് ആരുമില്ലെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അതൊക്കെ കർത്താവിലേക്ക് തിരിയാൻ വേണ്ടി ഒരുക്കിയ വഴികളാണ്. നിന്റെ ഏകാന്തതകളിൽ, നിന്റെ രോഗത്തിൽ നിനക്കൊന്ന് പറയാൻ സാധിക്കുമോ, ഇതാ മനുഷ്യരിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാൻ സമയമായിരിക്കുന്നു. സങ്കീർത്തനം 27:10 പറയുന്നുണ്ട്, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് എന്നെ കൈക്കൊള്ളും. ദൈവത്തിന് നമ്മെ മറക്കാൻ പറ്റില്ലെന്നേ. യെശയ്യാ 49:15 പറയുന്നുണ്ടല്ലോ, പെറ്റ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. ഈ ഒരു സ്നേഹം ഈ നിമിഷം ഈ ദിവ്യകാരണത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അമ്മയും സ്നേഹിതർ തള്ളിയിലും ജീവൻ നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിയിലും. പെറ്റമ്മയും സ്നേഹിതർ തള്ളിയിടിലും ജീവൻ നൽകി ഞാൻ സ്നേഹിച്ചോർ വെറുത്തിടിലും. നീ എന്റേതെന്നു ചൊല്ലി വിളിച്ചു എന്നോമന
തിരുനാമമഹത്വത്തിനാ വളർത്തിന്നോളമാക്കി തിരുനാമമഹത്വത്തിനാ ഇരു കരങ്ങളും ഉയർത്തുമ്പോൾ കർത്താവിനെ സ്നേഹിക്കാം. ഞാനങ്ങേ സ്നേഹിക്കുന്നു എൻ ജീവനേക്കാളെന്നും ഞാനങ്ങേ സ്നേഹിക്കുന്നു എൻ ജീവനേക്കാളെന്നും ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ ആരാധിക്കുന്നങ്ങേ ഞാൻ ആത്മാർത്ഥ ഹൃദയമോടെ യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആത്മാർത്ഥ ഹൃദയമോടെ കരങ്ങൾ കൂപ്പാം. ആരാധിക്കും അങ്ങേ ഞാൻ. ആത്മാർത്ഥ ഹൃദയമോടെ മുട്ടുകുത്തി നിൽക്കാം നമുക്ക് തമ്പുരാന്റെ മുൻപിൽ. ഈ രാത്രിയിൽ നമ്മളെ ഒരുമിച്ച് ചേർത്ത തമ്പുരാന് നമുക്ക് ഒരു നിമിഷം നന്ദി പറയാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോകുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയം ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ഒരു പാത്രമാണ്, കാഴ്ചവസ്തുവാണ്. ഹൃദയത്തിൽ നന്ദി പറയണം നമ്മൾ. ദൈവമേ, എനിക്കിന്ന് അങ്ങേ ആരാധിക്കാൻ, തിരുമുമ്പിലായിരിക്കുവാൻ ശക്തി നൽകിയത് നീയാണ് തമ്പുരാനെ, നന്ദി. മൗനമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ആരാധന ആശീർവാദം സ്വീകരിച്ച് ഒരാൾ പോലും ദുഃഖത്തോടെ മടങ്ങാൻ പാടില്ല. ദൈവമേ, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് നടക്കട്ടെ. പരിശുദ്ധമ്മ പഠിപ്പിച്ച പ്രാർത്ഥന ഹൃദയത്തിൽ ഏറ്റുചൊല്ലുക. ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. കരങ്ങൾ കൂപ്പി താണു വണങ്ങി ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേരവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈയടിച്ചു പാടിടാം, കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. കൈയടിച്ചു പാടിടാം, കർത്തനെ സ്തുതിച്ചിടാം,